ഇന്നത്തെ സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വചനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. ഇന്ന് വചനത്തിൽ പോയപ്പോൾ തന്നെ ബാബയോട് പറഞ്ഞു, ഇന്ന് വിശേഷിച്ച് 2-3 ആത്മാക്കളുടെ ഭോഗമാണ്. എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള വിശേഷ ഓർമ്മകൾ സ്വീകരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ശാന്താമണി ദാദിയുടെയും ഓർമ്മകൾ ഉണ്ടായിരുന്നു. കോളനിയിലെ ഒരു സഹോദരൻ്റെയും മധുരയിലെ മീനാക്ഷി ബഹൻ്റെയും ഓർമ്മകൾ ഉണ്ടായിരുന്നു. മറ്റ് ആത്മാക്കളുടെയും ഉണ്ടായിരുന്നു. ഓർമ്മകൾ നൽകിയപ്പോൾ ബാബു പറഞ്ഞു, കുട്ടി, ഇതും നോക്കൂ, സംഗമയുഗത്തിലെ വളരെ അനുപമമായ ഒരു ആചാരമാണ് ഇത്. ഏത് ആത്മാക്കളുടെ ഓർമ്മയാണോ ഉള്ളത്, ബാബ ആ കുട്ടികളെ ആ സമയമനുസരിച്ച് എമർജ് ചെയ്യുന്നു. അവരുടെ ഓർമ്മ ബാബയിൽ എത്തിച്ചേരുന്നു. എന്നാൽ ഈ കുട്ടികൾ ഏത് സ്ഥാനത്താണോ, ഏത് ശരീരത്തിലാണോ സേവനത്തിന് വേണ്ടി പോയിരിക്കുന്നത്, അവരുടെയും ഓർമ്മകൾ ഭോഗ് സമർപ്പിക്കുമ്പോൾ എത്തിച്ചേരുന്നു. ബാബ പറഞ്ഞു, ഏത് രീതിയിൽ ഓർമ്മിക്കുകയാണെങ്കിലും, സങ്കല്പത്തിലൂടെ ആരെയെങ്കിലും ഓർമ്മിക്കുകയോ ഓർമ്മകൾ അയക്കുകയോ ചെയ്യുമ്പോൾ എല്ലാവരുടെയും സൂചന ഒരു ബാബയുടെ നേർക്ക് ആയിരിക്കും, മുകളിലേക്കായിരിക്കും. ദേവതമാരെ കുറിച്ച് പറയുന്നത് പോലെ ഇന്നയാളെ ആയിരിക്കും വിശ്വാസം, കൃഷ്ണനെ ആയിരിക്കും അംഗീകരിക്കുന്നത്, രാമനെ ആയിരിക്കും അംഗീകരിക്കുന്നത്. എന്നാൽ അവരെ പറ്റി സൂചിപ്പിക്കുമ്പോൾ മുകളിലേക്ക് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇതേപോലെ സംഗമയുഗത്തിലും ബാബയുടെ കുട്ടികളായ ആരെല്ലാമാണോ നിമിത്തമാകുന്നത്, നിമിത്തമായി ബാബയുടെ കാര്യത്തിൽ സഹയോഗി ആകുന്നത്, അവരുടെ ഓർമ്മകൾ ഓട്ടോമാറ്റിക്കലി എല്ലാ ബ്രാഹ്മണരായ കുട്ടികൾക്കും പരിവാരത്തിനും വരുന്നു. എന്നാൽ അവരെ ഓർമ്മിക്കുമ്പോൾ ബാബയുടെ സ്മൃതിയും ആ കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. കാരണം കുട്ടികളായ നിങ്ങൾക്കറിയാം, ഏതൊരു കാര്യമാണോ പ്രാപ്തമാകേണ്ടത്, ഏതൊരു സമ്പത്താണോ ലഭിക്കേണ്ടത്, അത് ബാബയിൽ നിന്നുമാണ് ലഭിക്കുക. ഏതെങ്കിലും ദേഹധാരിയിൽ നിന്നും പ്രാപ്തി ഉണ്ടാകില്ല, സമ്പത്ത് ലഭിക്കുകയുമില്ല. ബാബ ഇങ്ങനെ കേൾപ്പിക്കുകയായിരുന്നു. കേൾപ്പിക്കുന്നതിനോടൊപ്പം ബാബയുടെ മുന്നിൽ ഭോഗ് വച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മകൾ നൽകുമ്പോൾ ബാബ ആ ആത്മാക്കളെ എമർജ് ചെയ്യുന്നു. ശാന്താമണി ദാദിയെയും എമർജ് ചെയ്തു. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, ഈ കുട്ടിയുടെയും എത്ര ഉയർന്ന ഭാഗ്യമാണ്. ദാദിയെക്കുറിച്ച് ബാബ പറയുകയായിരുന്നു, ഈ കുട്ടിയും വിശേഷിച്ച് ജൂൺ മാസമാണ് തിരഞ്ഞെടുത്തത്. മമ്മയുടേത് വിശേഷിച്ച് ജൂൺ മാസമാണ്. അതിലും വിശേഷിച്ച് ഈ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു ശീതള സ്വരൂപത്തിൻ്റെ സ്വരൂപം സദാ മുന്നിൽ കാണപ്പെടുമായിരുന്നു. ഏതുപോലെ ദേവിമാർക്ക് അനേകം രൂപങ്ങളുണ്ട്, അനേകം ബന്ധങ്ങളിലൂടെ ഓർമ്മിക്കുന്നു, അവരുടെ രൂപങ്ങളെ ഓർമ്മിക്കുന്നു. എന്നാൽ ഈ കുട്ടി സാകാരത്തിൽ ആയിരുന്നപ്പോഴും ശീതളതയുടെ ദേവി ആയിരുന്നു. അത്രയും തന്നെ നിർമോഹിയും അത്രയും തന്നെ നഷ്ടമോഹയും ആയിരുന്നു. ഏതൊരു കാര്യത്തിലും ഈ കുട്ടി സ്വയം തന്നെ വളരെയധികം മറച്ചു വയ്ക്കുമായിരുന്നു. ഏതുപോലെ ബാബ കുട്ടികളെ പ്രത്യക്ഷമാക്കുന്നു, കുട്ടികൾ ബാബയെ പ്രത്യക്ഷമാക്കുന്നു. ദാദിയെക്കുറിച്ച് ബാബ കേൾപ്പിക്കുകയായിരുന്നു. ഈ കുട്ടിയുടെ തുടക്കം മുതലേ ഉള്ള ഭാവന ബാബയോടും മമ്മയോടും അത്രയേറെ സ്നേഹം നിറഞ്ഞതായിരുന്നു. ആ സ്നേഹത്താൽ കുട്ടി എല്ലാവർക്കും സ്നേഹപാലനം നൽകിയിരുന്നു. ബാബയും വളരെയധികം അനുഭവം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കുട്ടിയെ കണ്ട് ബാബയ്ക്കും ഇടയ്ക്ക് അഭിമാനം തോന്നുമായിരുന്നു. ബാബ ശാന്താമണി ദാദിയുടെ നേർക്ക് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ദാദി, ഇന്ന് താങ്കൾക്ക് നിമിത്തമായി ഭോഗ് എല്ലാവരുടെയും ഓർമ്മകളുമായി വന്നിരിക്കുകയാണ്.
അപ്പോൾ ദാദി വളരെ സ്നേഹത്തോടെ നോക്കുന്നുണ്ടായിരുന്നു, പുഞ്ചിരിച്ചുകൊണ്ടേയിരുന്നു. സാകാരത്തിൽ ദാദിയുടെ രൂപം കണ്ടിരുന്നത് പോലെ തന്നെയായിരുന്നു. ബാബു പറഞ്ഞു, കുട്ടി, സാകാരത്തിൽ ആയിരുന്നപ്പോഴും ഉപരാമ സ്ഥിതി നിലനിർത്തിയിരുന്നു. അപ്പോൾ ഇന്ന് വതനത്തിലും ഇങ്ങനെ തന്നെ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാബു പറഞ്ഞു, ഈ ഒരു സ്ഥിതിയും വളരെ ഉയർന്ന സ്ഥിതിയാണ്. പിന്നെ മറ്റ് ആത്മാക്കൾക്കും നിമിത്തമായുള്ള ഭോഗായിരുന്നു. ബാബ അവരെയും വളരെ സ്നേഹത്തോടെ എമർജ് ചെയ്തു. എമർജ് ചെയ്തുകൊണ്ട് വളരെ സ്നേഹത്തോടെ ബാബ മധുബനിലെ ഭോഗ് സ്വീകരിപ്പിച്ചു. ബാബ പറഞ്ഞു, ബാബയുടെ വീട്ടിലെ മധുബനിലെ ഭോഗിനും വളരെ മഹത്വമുണ്ട്. ആ സ്നേഹത്തോടെയും ആ താല്പര്യത്തോടെയും കുട്ടികൾ ഓർമ്മകളും അയക്കുന്നു, ഭോഗം അർപ്പിക്കുന്നു. ബാബ പറഞ്ഞു, ഭോഗ് അർപ്പിക്കുന്നതും ഒരു പ്രകാരത്തിൽ തങ്ങളുടെ ഏതെങ്കിലും കർമ്മഭോഗങ്ങൾ എന്ന് പറയാം. ഏതെങ്കിലും കഷ്ടതകൾ, ഏതെങ്കിലും വിപത്തുകൾ, ഏതെങ്കിലും വിഘ്നങ്ങൾ എന്നിവയും ഇല്ലാതാകും. ഭക്തിയിലും ആൾക്കാർ ഇതേ ഭാവനയോടെ ഭഗവാന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. അവരുടെ ഭാവനയ്ക്കുള്ള ഫലം ബാബ നൽകുന്നു. ഇവിടെയാണെങ്കിൽ ബാബ പറഞ്ഞു, ബാബ സർവ സുഖങ്ങളുടെയും സാഗരമാണ്. കുട്ടികൾക്കും അതേ പ്രകാരം സർവ സുഖങ്ങളും നൽകുന്നു. കാരണം സുഖത്തിൻ്റെ സാഗരമായ ബാബയാണ്. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ആർക്കെല്ലാം വേണ്ടിയുള്ള ഭോഗായിരുന്നുവോ അവരെയും സ്നേഹത്തോടെ ഭോഗ് സ്വീകരിപ്പിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തിനും സ്നേഹസ്മരണകൾ നൽകി. പിന്നെ എല്ലാവർക്കുമുള്ള ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു.